ഹലോ, എല്ലാവരും എന്തെടുക്കുവാണോ? എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? എല്ലായിടത്തും മഴയുടെ ആരംഭമായി. ഇവിടത്തെ ഇപ്പം മഴ ചാറാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. തുണിയൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു പെയ്തത്. പിന്നെ എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വീട്ടിലൊക്കെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും വിശേഷമൊക്കെ പറയണം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മോൻ ജോലിക്ക് പോയി. ദേവ് ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അച്ഛൻ ലോട്ടറിയും കഴിഞ്ഞതേ വന്നിട്ടുണ്ട്. പിന്നെ കേശുക്കുട്ടനെ കളിപ്പിക്കുന്ന ഒച്ചയാ കേൾക്കുന്നത്, കേട്ടില്ലേ? പിന്നെ ചിറ്റുണ്ട് ഇവിടെ. അവളും ഞാനും കൂടെ, അവളും ഒരാളും കൂടെ ഇല്ലേ കേശുവിനെ വേണ്ടി പാടാം. കുറച്ച് നേരങ്ങളൊക്കെ നോക്കണ്ടേ? അത് കഴിയുമ്പോൾ ഞാൻ നോക്കിക്കോളാം. അവൾ കൊച്ചിനെ സ്കൂളിൽ വിട്ടിരുന്നതേ പറഞ്ഞില്ല, അത് വിട്ടിട്ട് വരുന്ന വഴിയായിരുന്നു. പിന്നെ എന്നൊക്കെ ഉണ്ട് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പറ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷമുള്ളപ്പോൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയണം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് വിടുന്നുണ്ട്. എല്ലാം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നമ്മൾ വെറുതെ ഞങ്ങൾ വൈകുന്നേരം ലൈവിൽ വരാമെന്ന് വിചാരിക്കുന്നു. പറ്റിയെങ്കിൽ ഞങ്ങളിന്ന് വരും. നമുക്ക് എല്ലാവർക്കും അന്നേരം സംസാരിക്കാം. എല്ലാവരോടും സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് എല്ലാവരോടും. പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയത്തുള്ളൂ. ഒരുപാടൊന്നും സംസാരിക്കാൻ നമുക്കതറിയത്തില്ല. ഇന്നലെ ആണെങ്കിൽ ഒരു ടീച്ചർ വിളിച്ചിട്ട് പുള്ളിക്കാരി ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. ഇന്നലെ മോൻ പിന്നെ ഹരിപ്പാട് വെച്ച് മോനെ ഇന്നലെ ഒരു അമ്മ കണ്ടിട്ടു ഓടി വന്ന് മോൻ്റെ അടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞു. കുടുംബത്തിലെ മോനാണോ, അമ്മയും കേശുവിനെ എല്ലാം തിരക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് പുറത്ത് വെച്ച് കാണും. നമ്മളെ അറിയുന്നവരുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ മക്കളെ എല്ലാവരും എവിടെ വെച്ചാലും അന്തുവിനെയൊക്കെ സംബന്ധിച്ചാണ് ഒരുപാട് വീഡിയോ വന്നിട്ട് പോലും ഉള്ളതല്ല. എങ്കിലും അവനെ കാണാൻ അവൻ ഓടി വന്ന് പറഞ്ഞു, അമ്മ തിരക്കി, ഒരു അമ്മ കേശുകുഞ്ഞിനെ തിരക്കി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നമുക്കിനി ചോറങ്ങ് എടുത്തേക്കാം. നിങ്ങളൊക്കെ ചോറുണ്ടോ? ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ചോറിൻ്റെ കറികൾ എന്തെല്ലാം എന്നൊക്കെ പറയണം. നമുക്ക് ചോറുണ്ടിട്ട് വേണം പരിപാടികൾ കിടക്കുവാ. ഇനി ദൈവന് പോകണം. ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു കറി വെച്ചത്, പേരൊന്നുമില്ല. എന്തായാലും തക്കാളി, ഉള്ളി, പരിപ്പും കൂടെ ഒരു കറി വെച്ച് ഇന്ന് അതെന്തായാലും ഒരു കറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കറി വെച്ചു. പിന്നെ പാവയ്ക്ക തോരൻ വെച്ചു. ഇതുണ്ടോ, പാവയ്ക്ക തോരന്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട്. തീരാറായി എങ്കിലും തീരുന്നത്. അതെ, മീൻകറി ഇവിടുന്ന് പെട്ടെന്ന് തീരും. പിന്നെ മോരുകറി ഉണ്ട്. വേണോ? ദേവ് ഒഴിക്കണോ? ദേവിന് മോരുകറി ഇഷ്ടമാണ്. ഇപ്പം രാവിലെ വെച്ചതാണ്. അച്ഛന് കറി ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു മോരും കൂടെ കറി വെച്ചു. പിന്നെ മീനും വറുത്തിട്ടുണ്ട്. ഓക്കെ, വേണ്ടേ? ഇന്നത്തെ നമ്മുടെ കറിയൊക്കെയാണ്. അതായത് ഉള്ളിയും പരിപ്പും തക്കാളിയും കൂടെ ചാറ് വെച്ചു, പാവയ്ക്ക തീയല്, മീൻകറി, മീൻ വറുത്തത്, മോരുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഇതെല്ലാം കൂട്ടി കഴിക്കാൻ എല്ലാവരും ഓടി വായോ ചോറും.